ഗുഡ് മോർണിംഗ്. നമ്മൾ ഡിറ്റർമിനൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അതിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ വേരിയസ് അപ്രോച്ചസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. It is very difficult to calculate the cost of equity share capital when compared to debt and preference share capital. The main reason is the equity dividend is not fixed. It varies from year to year depending upon the profit earned by the company. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും പഠിച്ചു കഴിഞ്ഞതാണ്. ഈ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും വളരെ ഡിഫിക്കൽട്ടാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം എന്താണെങ്കിൽ ഇക്വിറ്റി ഷെയർസിൻ്റെ ഡിവിഡൻഡ് റേറ്റ് എന്തല്ല, ഫിക്സഡ് അല്ല. നമ്മൾ പറഞ്ഞു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് റിയൽ ഓണേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ റെസീജിയർ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും കൊടുത്ത് ബാക്കി വരുന്ന പ്രോഫിറ്റ് എന്നാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നത്, ഡിവിഡൻഡ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഡിവിഡൻഡ് എന്തല്ല, ഫിക്സഡ് അല്ല. കാരണം പ്രോഫിറ്റ് ഇയർ ടു ഇയറിൽ എന്ത് ചെയ്യുന്നുണ്ട്, വാരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ഡിവിഡൻഡ് റേറ്റും എന്ത് ചെയ്യുന്നു, വാരി ചെയ്യുന്നു. ഈ റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? The cost of equity share capital is a minimum rate of return that the company must earn on the equity share capital. ഒരു കമ്പനി അതിൻ്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ മുകളിൽ ഏൺ ചെയ്യേണ്ട മിനിമം റേറ്റ് ഓഫ് റിട്ടേണിന് പറയുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി റിട്ടേൺ വിച്ച് ദ ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റഡ് ഓൺ ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്താണ് ചെയ്യുന്നത്, കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഇൻവെസ്റ്റിൻ്റെ മുകളിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേണിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ വേരിയസ് അപ്രോച്ചസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഒരു 4 അപ്രോച്ചാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കേസിൽ വരുന്നത്. ഫസ്റ്റ് വരുന്നതാണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്. സെക്കൻഡാണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്. തേർഡാണ് ഏണിംഗ് പ്രൈസ് മെത്തേഡ്. ഫോർത്ത് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്. അപ്പോൾ ഇത്രയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അപ്രോച്ചസ് അല്ലെങ്കിൽ മെത്തേഡ്സ് പറയുന്നത്. ഇനി നമുക്ക് ഓരോ മെത്തേഡ്സും 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ എല്ലാ മെത്തേഡിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനില്ല. അപ്പോൾ അതിൽ നമുക്ക് പ്രോബ്ലംസ് ഉള്ളതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഫസ്റ്റ് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വരുന്നതാണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്. This is a method based on the assumption that each shareholder, while investing his savings on the company, expect to receive the dividend at the current rate of return. അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം പറയുന്നത് എന്താണെങ്കിൽ, ഒരു കമ്പനിയിൽ അവരുടെ സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ഷെയർ ഹോൾഡേഴ്സിനും എന്ത് റിസീവ് ചെയ്യണം, കറൻറ്റ് റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ മുകളിൽ ഡിവിഡൻഡ് റിസീവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു അസംഷനാണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഈ മെത്തേഡിനെ ഡിവിഡൻഡ് പ്രൈസ് റേഷ്യോ മെത്തേഡ് എന്നും കൂടെ പറയാറുണ്ട്. ഇനി അതിൻ്റെ ഒരു ഇക്വേഷനാണ് നമുക്ക് നോക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് K = D / MP × 100. K എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. D എന്ന് പറയുന്നത് ഡിവിഡൻഡ് പെർ ഷെയർ ആണെന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, D എന്ന് പറയുന്നത്. MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ്. ആ ഷെയറിൻ്റെ മാർക്കറ്റിലുള്ള റിവെയിലിംഗ് പ്രൈസിനെയാണ് MP എന്ന് പറയുന്നത്. ഇനി പുതിയ ഇക്വിറ്റി ഷെയർസ്, ഇൻ ദ കേസ് ഓഫ് ന്യൂലി ഇക്വിറ്റി ഷെയർസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂലി ഇഷ്യൂ ചെയ്യുന്ന ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് MP വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പ്രീവിയസ്ലി ഇക്വിറ്റി ഷെയർസ് ഇല്ലാത്തതുകൊണ്ട് അതിന് മാർക്കറ്റ് പ്രൈസ് ഒന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വേറൊരു ഇക്വേഷനാണ് യൂസ് ചെയ്യുക. അവിടെ NP നെറ്റ് പ്രൊസീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇക്വേഷൻ ശ്രദ്ധിക്കുക. K = D / NP × 100. ഇതാണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് പുതിയ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന കേസിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ 2 ഇക്വേഷനാണ് പ്രധാനമായിട്ടും ഇതിൽ നോക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഇതിൻ്റെ പ്രോബ്ലംസ് ഒന്നും കൊടുത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആയതുകൊണ്ടാണ് കൊടുക്കാത്തത്. പക്ഷേ എക്സാമിന് ചോദിച്ചാൽ നമ്മളത് എഴുതണം. അതുകൊണ്ട് തന്നെ നമുക്ക് 2 പ്രോബ്ലം പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ തിയറി പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ആണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്. രണ്ടാമത്തെ അപ്രോച്ചാണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നതെങ്കിൽ, when the dividend are expected to grow at a constant rate and dividend payout is constant, this method is used to compute the cost of equity capital. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഡിവിഡൻഡ് ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജിൽ ഗ്രോ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 5% വെച്ചിട്ടോ 10% വെച്ചിട്ടോ ഇയർലി എന്ത് ചെയ്യുകയാണ്, ഗ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും.
ഇനി അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നോക്കുക. 2 ഇക്വേഷൻ വരുന്നുണ്ടെന്ന് വെച്ചാൽ NP ആയിട്ടും MP ആയിട്ടും ഇക്വേഷൻ വരുന്നുണ്ട്. വേറെ മാറ്റമൊന്നും ഉണ്ടായിരിക്കില്ല. K is equal to D1 divided by MP into 100 plus G. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇതിൽ K എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. D1 എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് പെർ ഷെയർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ക്വസ്റ്റ്യനിൽ എൻഡ് ഓഫ് ദി ഇയർ എന്ന് കറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ D1 അതായിട്ട് എടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? D1 കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ D1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനാണ് D1 is equal to D0 into 1 plus G. ഇതിൽ D0 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഡിക്ലെയർഡ് ഡിവിഡൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് ശ്രദ്ധിക്കുക. പ്രീവിയസ് ഇയർ ഡിവിഡൻഡ്, ഡിക്ലെയർഡ് ഡിവിഡൻഡ്, ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് എന്നൊക്കെയാണ് ക്വസ്റ്റ്യനിലെങ്കിൽ അതെന്താണ്? D0 ആണ്. MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ്. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ഡിവിഡൻഡ്, ഡിവിഡൻഡിൽ വരുന്ന ഗ്രോത്ത് റേറ്റ് ആണ് പറയുന്നത്. ഇനി നമുക്ക് ന്യൂലി ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിലാണെങ്കിൽ അവിടെ MP മാറിയിട്ട് എന്താവും? NP ആവും. വേറെ മാറ്റമൊന്നും ഇക്വേഷനിൽ വരുന്നില്ല. K is equal to D1 divided by NP into 100 plus G എന്നാണ് ഇക്വേഷൻ. ഇതിൽ NP എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ് പെർ ഷെയർ ആണ്. ഇനി MP ഒന്നും ക്വസ്റ്റ്യൻ്റെ തന്നിട്ടില്ല, ഡയറക്റ്റ് D1ഉം Kയും ഒക്കെയാണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് MP അല്ലെങ്കിൽ NP കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് D1 divided by KE minus G എന്ന് പറയുന്നത്. ഇത്രയാണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് മെത്തേഡിൽ, ഗ്രോത്ത് മെത്തേഡിൽ അതിൻ്റെ തിയറിയും അതിൻ്റെ ഇക്വേഷനും കൂടെ പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം ശ്രദ്ധിക്കുക. ദ ഷെയർസ് ഓഫ് ദി കമ്പനീസ് ആർ സെല്ലിംഗ് അറ്റ് ₹80 per share ആൻഡ് ദ കമ്പനി ഹാഡ് പെയ്ഡ് എ ഡിവിഡൻഡ് ₹8 per share ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ആണ്. ഇവിടെ എന്തല്ല തന്നിരിക്കുന്നത്? D1 അല്ല തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? പ്രീവിയസ് ഇയർ ഡിവിഡൻഡ് ആയിട്ടുള്ള D0 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ D1 കാൽക്കുലേറ്റ് ചെയ്യണം. ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന കേസിൽ തന്നെ നമുക്ക് മനസ്സിലാവണം. അതാണ് D1ഉം D0 ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഒരു 5% എക്സ്പെക്റ്റ് ഗ്രോത്ത് റേറ്റും കൂടെ ക്വസ്റ്റ്യനിലുണ്ട്. കാൽക്കുലേറ്റ് ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? ഇവിടെ മാർക്കറ്റ് പ്രൈസ് ആയിരുന്നു, കാരണം ന്യൂ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. K is equal to D1 divided by MP plus G into 100, അല്ലെങ്കിൽ ഇൻറ്റു 100 plus G എന്ന് പറഞ്ഞാലൊന്നും തെറ്റല്ല. D1 divided by MP plus G into 100. അതിൽ നമുക്കറിയാം D1 നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല. D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ലാസ്റ്റ് ഇയർ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതാണ് നമ്മൾ എന്ത് പറയുന്നത്? D1 എന്ന് പറഞ്ഞിരുന്നത്. ലാസ്റ്റ് ഇയർ അല്ല, എന്ത് പറയുകയാണെങ്കിൽ കറണ്ട് ഇയർ ഡിവിഡൻഡ് എന്ന് പറയുകയാണെങ്കിലാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? D1 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യന് നമുക്ക് എന്തുണ്ട്? ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിന് ഡയറക്റ്റ്ലി തന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി അത് D1 അല്ല D0 ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ D1 കാൽക്കുലേറ്റ് ചെയ്യണം. D1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് D0 into 1 plus G എന്ന് പറയുന്നത്. ഇതിൽ D0 D ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8 per share ആണെന്ന്. അപ്പോൾ 8 നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതി. പ്ലസ് 1 നമ്മൾ കോൺസ്റ്റൻ്റ് ആണ്. പ്ലസ് G ഗ്രോത്ത് റേറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 5%. അപ്പോൾ നമ്മൾ 5% ഡിവൈഡ് ബൈ 100 ചെയ്തിട്ട് പെർസെൻറ്റേജിൽ നിന്ന് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 0.05 കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വന്നാൽ നമുക്ക് എന്ത് കിട്ടും? 8.40 8.40 ആൻസർ കിട്ടും. ഇതാണ് നമ്മൾ D1 എന്ന് പറയുന്നത്. ഇനി D1 വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? K കാൽക്കുലേറ്റ് ചെയ്യാം. K കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? D1 divided by MP plus G into 100 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എന്ത് എഴുതുക? D1 എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്? 8.40 കിട്ടിയിട്ടുണ്ട്. MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഡയറക്റ്റ്ലി എന്ത് തന്നിട്ടുണ്ട്? 80 തന്നിട്ടുണ്ട്. 50 ഡിവൈഡഡ് ബൈ ചെയ്യുക, എന്നിട്ട് ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ സൈഡിൽ നോക്കുക കേട്ടോ. സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും 8.40 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10.5% കിട്ടും. ഈ 10.5%ൻ്റെ കൂടെ നമ്മുടെ ഗ്രോത്ത് റേറ്റ് ആയിട്ടുള്ള 5% എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആൻസർ എന്ത് കിട്ടും? 15.5% നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ ഡിവൈഡ് ബൈ 100 ചെയ്താൽ 0.155 ആൻസർ കിട്ടും. ഇതിനെയാണ് നമ്മൾ K ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക, ഈ D1ൻ്റെയും D0യുടെയും കേസ് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. എൻഡ് ഓഫ് ദി ഇയർ അല്ലെങ്കിൽ കറണ്ട് ഇയർ എന്നൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് D1 ആണ്. പ്രീവിയസ് ഇയർ ഡിക്ലെയർഡ് ഡിവിഡൻഡ് അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ എന്താണ്? D0 ആണ്. ഇവിടെ നമുക്ക് എന്ത് തന്നിരിക്കുകയാണ്? ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ്. ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡിവിഡൻഡ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ D0 ആണ് തന്നിരിക്കുന്നത് മനസ്സിലായി. അപ്പോൾ നമ്മൾ D1 കാൽക്കുലേറ്റ് ചെയ്യണം. D1 കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രോത്ത് റേറ്റ് എന്ത് ചെയ്യണം?
ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. പക്ഷേ നമ്മൾ കെ ഇ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രോത്ത് റേറ്റ് പ്ലസ് പെർസെൻറ്റേജ് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ്ലി ആഡ് ചെയ്താൽ മതി, അതിനെ കൺവേർട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രോത്ത് റേറ്റിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് കേസാണ് ഡിവിഡൻഡ് ഗ്രോത്ത് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്. എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് റേറ്റിൽ ഡിവിഡൻഡ് ഗ്രോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇഫ് ദ ഡിവിഡൻഡ് ഓഫ് ദി കമ്പനി ആർ എക്സ്പെക്റ്റഡ് ടു ഗ്രോ അറ്റ് എ ഡിഫറെൻറ്റ് റേറ്റ്, ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി cannot be calculated according to above method. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചൊരു മെത്തേഡില്ലേ, ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്. ഈ ഗ്രോത്ത് മെത്തേഡ് നമ്മളെ ഡിവിഡൻഡ് ഡിഫറെൻറ്റ് റേറ്റിലാണ് കൂടുന്നത്. അപ്പോൾ നമ്മൾ 5% കോൺസ്റ്റൻറ്റ് പറഞ്ഞു. ഈ 5% അല്ലാതെ 5%, 10%, അങ്ങനെ കോൺസ്റ്റൻ്റ് അല്ലാതെ ഡിഫറെൻറ്റ് റേറ്റിലാണ് കൂടുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ല ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവിഡൻഡ് ഗ്രോ അറ്റ് ഡിഫറെൻറ്റ് റേറ്റ് എന്ന് പറയുന്ന മെത്തേഡ് നോക്കുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറില്ല, ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. P0 is equal to D1 divided by 1 plus KE plus D2 divided by 1 plus KE whole raised to 2 plus etc plus dn divided by 1 plus ke whole raised to n plus pn divided by 1 plus ke whole raised to n. ഇക്വേഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ അത്രയാണ് ഡിവിഡൻഡ് ഗ്രോത്ത് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ് എന്ന് പറയുന്ന മെത്തേഡിൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് ഏണിംഗ് പ്രൈസ് മെത്തേഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് EPS മെത്തേഡ്. ക്വസ്റ്റ്യൻ കൂടുതലും EPS മെത്തേഡിലാണ് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, EPS മെത്തേഡ് ശ്രദ്ധിക്കുക. According to this method, the cost of equity capital is discount rate at equate at present value of expected future earning per share with a current market price or net proceed per share. കറൻറ്റ് മാർക്കറ്റ് പ്രൈസിലോ നെറ്റ് പ്രൊസീഡ് പെർ ഷെയറിലോ ഇവിടെ എന്ത് ചെയ്യാണ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഡിസ്കൗണ്ട് റേറ്റിനെ പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ഏർണിങ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏർണിംഗ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. ആ തിയറി അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം. ഇനി ഇക്വേഷൻ KE is equal to EPS divided by MP or NP. MP ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, MP എഴുതുക, NP ന്യൂ ഷെയർസിൻ്റെ കേസ് ആണെങ്കിൽ NP എഴുതുക, ഇൻറ്റു 100%ലാണ് കാണേണ്ടത്. EPS എന്ന് പറഞ്ഞാൽ ഏർണിംഗ് പെർ ഷെയർ ആണ്. ഇനി EPS ഡയറക്റ്റ്ലി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യാറില്ല, തരാറില്ല. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഏർണിംഗ് പെർ ഷെയർ ഇത്രയൊന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാറില്ല, ചിലപ്പോൾ തരാറില്ല, ചിലപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങളെ ഭാഗ്യം പോലെ തരും ചെയ്യും. അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ EPS കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനാണ് ഞാൻ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. EPS is equal to നെറ്റ് ഏർണിംഗ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഏർണിംഗ് പെർ ഷെയർ മെത്തേഡിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പനി ഈസ് കൺസിഡേർഡ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് 50 lakh ഫോർ എക്സ്പെൻഡിങ് ഇറ്റ്സ് ഓപ്പറേഷൻ. ദ റിലവൻറ്റ് ഇൻഫോർമേഷൻ ഈസ് ആസ് ഫോളോസ്. ഇവിടെ 50 ലക്ഷത്തിൻ്റെ കേസൊന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി താഴെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 10 ലക്ഷം. മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ ₹60. നെറ്റ് ഏർണിങ്സ് 90 lakh. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്വസ്റ്റ്യൻ്റെ തന്നിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, താഴെ ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് ന്യൂ ഷെയർ ക്യാപിറ്റൽ അസ്യൂമിങ് ദ ന്യൂ ഷെയർ ഇഷ്യൂഡ് അറ്റ് പ്രൈസ് ₹55 പെർ ഷെയർ ആൻഡ് കോസ്റ്റ് ഓഫ് ന്യൂ ഇഷ്യൂ വിൽ ബി 5 പെർ ഷെയർ. അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഫസ്റ്റത്തെ കേസ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടാമത്തെ കേസായിട്ട് ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ NPയിലും നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അത് ₹55 ആണ്, അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 5 ആണ്. കോസ്റ്റ് ഒന്ന് കുറയ്ക്കാനാണ് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് കേസ് നോക്കാം. കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതിൻ്റെ കേസിൽ KE കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് KE is equal to EPS divided by MP into 100. കാരണം എക്സിസ്റ്റിംഗ് ഷെയർസിൻ്റെ കേസാണ്. ഇതിൽ EPS ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യനിൽ ഏർണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടില്ല, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, EPS is equal to നെറ്റ് ഏർണിങ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ നെറ്റ് ഏർണിങ്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നെറ്റ് ഏർണിങ്സ് എത്രയാണ്, 90 ലക്ഷമാണ് തന്നിട്ടുണ്ട്. അപ്പോൾ 90 ലക്ഷം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ്, 10 ലക്ഷമാണ്. അപ്പോൾ 90 ലക്ഷം ഡിവൈഡഡ് 10 ലക്ഷം. അപ്പോൾ നെറ്റ് ഏർണിങ്സ് എത്ര കിട്ടി, EPS എത്ര കിട്ടി, 9 രൂപ കിട്ടി. ഇനി KE കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, 9 ഡിവൈഡഡ് ബൈ 60. ഇവിടെ മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ തന്നിട്ടില്ലേ 60, ആ 9 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100, 15% നമുക്ക് എന്ത് ചെയ്തു, ഈ KE കിട്ടി. ഇനി രണ്ടാമത്തെ കേസ് ശ്രദ്ധിക്കുക. കോസ്റ്റ് ഓഫ്
ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കേസ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? EPS ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 100. ഇവിടെ EPSന് മാറ്റമുണ്ടോ? ഇല്ല. EPS സെയിം തന്നെയാണ്. ഇവിടെ NPക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ചേഞ്ച് വരുന്നുള്ളൂ. EPS എന്ന് പറയുന്നത് 9 ആണ്. NP എന്ന് പറയുന്നത് എന്താണ്? വിൽ ബി ഇഷ്യൂഡ് പ്രൈസ് എന്ന് പറയുന്നത് 55 ആണ്. അതിന് 5 രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ NP എന്ന് എന്ത് ചെയ്യണം? ഫ്ലോട്ടേഷൻ കോസ്റ്റ് ലെസ് ചെയ്യണ്ടേ. അപ്പോൾ 55 5 ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 50 കിട്ടും. അപ്പോൾ 9 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 18% ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇത്രയാണ് നമുക്ക് ഏർണിംഗ് പ്രൈസ് മെത്തേഡിൽ പറയാനുള്ളത്. നെക്സ്റ്റ് മെത്തേഡാണ് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്. ഇതെന്താണെന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പോൾ റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ് എന്താണെന്ന് ശ്രദ്ധിക്കാം. വെൻ ദ ഫ്യൂച്ചർ ഡിവിഡൻഡ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് ആർ അൺസർട്ടൻ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു എസ്റ്റിമേറ്റ് ദി റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ഡിവിഡൻറ്റും അതുപോലെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അൺസർട്ടൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എസ്റ്റിമേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഈ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് വന്നിട്ടുള്ളത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഈ മാർക്കറ്റ് പ്രൈസിൻ്റെയും അതുപോലെ തന്നെ ഫ്യൂച്ചർ ഡിവിഡൻറ്റിലും വരുന്ന അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ഡിഫിക്കൽറ്റി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു മെത്തേഡാണ് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് റിയലൈസ്ഡ് ഈൽഡ് ഈസ് ഡിസ്കൗണ്ടഡ് അറ്റ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. ഈ മെത്തേഡ് പ്രകാരം റിയലൈസ്ഡ് ഈൽഡിനെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടറുമായിട്ട് ഡിസ്കൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും മെത്തേഡാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? 4 മെത്തേഡ് പറഞ്ഞു. അതാണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്, ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡാണ് ഡിവിഡൻഡ് ഗ്രോ അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്. നെക്സ്റ്റ് വരുന്ന മെത്തേഡാണ് ഏർണിംഗ് പ്രൈസ് മെത്തേഡ്, റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്. ഇതിൽ EPSൻ്റെയും ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡിൻ്റെയാണ് നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തത്. ഇനി നമുക്ക് 2-3 പ്രോബ്ലംസ് ഒന്നും കൂടെ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിത് ഒന്നും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്.